വോട്ടിംഗ് ശതമാനം പുറത്തുവിടണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പിനിടെ ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാനാകില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. സന്നദ്ധ സംഘടനയായ ADRന്റെ ഹർജി തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ ഹർജി എപ്പോൾ പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ടോ? ഇല്ല പ്രവിത, അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാനായിട്ട് കോടതി തയ്യാറായില്ല. കോടതി പറഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓവർ ബർഡൻ ചെയ്യാനായിട്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അടക്കമുള്ള നിരവധി കർത്തവ്യങ്ങളുണ്ട്. ആ പ്രക്രിയ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിലേക്ക് തടയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിർദ്ദേശം നൽകുക ഇതിന് സാധ്യമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ ADR സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. അവരുടെ വാദം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് തെറ്റായിട്ട് ആണ് ആദ്യ സമയങ്ങളിൽ വരുന്നത്. പിന്നീട് അത് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥ വിവരം പുറത്തുവിടാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് അവരുടെ പരാതിയുടെ ഉള്ളടക്കം. ഏതായാലും ഈ പരാതി ഇനി പരിഗണിക്കുക അത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. തീയതി പ്രത്യേകമായിട്ട് കോടതി നിശ്ചയിച്ചിട്ടുമില്ല. കൃത്യമായ വോട്ടിംഗ് ശതമാനം പുറത്തുവിടണമെന്ന് മാധ്യമ പ്രവർത്തകരുടെ സംഘടനയും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഹർജിയിൽ തൽക്കാലം ഇടപെടാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനിടെ ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വിവരങ്ങളാണ് രാധാകൃഷ്ണൻ നൽകിയത്.